ആസിഫ് അലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ സ്റ്റേ എറണാകുളം കൊമേഴ്ഷ്യൽ കോടതി നീക്കി. സാമ്പത്തിക തട്ടിപ്പുമായി സിനിമയ്ക്ക് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനാലാണ് സ്റ്റേ നീക്കിയത്. വിവരങ്ങൾ ലിഡിയ നൽകും. ലിഡിയ, വാർത്തയുടെ വിശദാംശം. ആസിഫ് അലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ പേരിൽ സിനിമയുടെ മുൻ നിർമ്മാതാവ്, ആദ്യത്തെ നിർമ്മാതാവ് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തി, 1.5 കോടിയോളം രൂപ പണപ്പിരിവ് നടത്തി എന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ആലപ്പുഴ സ്വദേശിയായ അനീഷ് പി കെ ഒപ്പം വിവേക് വിശ്വനാഥൻ എന്നിവർ നൽകിയ പരാതിയായിരുന്നു അത്. ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞ് 1.5 കോടിയോളം രൂപ കൈപ്പറ്റി, അതായത് ആദ്യത്തെ നിർമ്മാതാവ് കൈപ്പറ്റി എന്നതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ആ പരാതിയിന്മേലാണ് ജില്ലാ കോടതി സിനിമയ്ക്ക് സ്റ്റേ നൽകിയിരുന്നത്. എന്നാൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരം പണപ്പിരിവിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്റ്റേ നീക്കിയിരിക്കുന്നത്. നിലവിൽ ആദ്യത്തെ നിർമ്മാതാവ് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്കോ സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്കോ ബന്ധമില്ല. അപ്പം സിനിമയുടെ നിർമ്മാണവുമായി ഈ സാമ്പത്തിക തട്ടിപ്പിന് ബന്ധമില്ല എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കോടതി നീങ്ങിയിരിക്കുന്നത്. എറണാകുളം കൊമേഴ്ഷ്യൽ കോടതിയാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാതാക്കൾ ഇപ്പോഴുള്ള നൈസാം സലാം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നതിൽ തെളിവുകളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ നിലവിൽ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടന്നതായി തെളിവുകളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി.